കുഴപ്പമില്ല, ക്ലൈമാക്സ് എത്തില്ല. കൊള്ളാം ബ്രോ, സിനിമ കൊള്ളാം. ഇനിയും ബെറ്റർ ആക്കായിരുന്നു. ഒരു അവിടെ ഇവിടെ ഇല്ലാത്ത പോലെ സംതിങ് എന്തോ അത്ര പുഷ്പ 1 പോലെ അത്ര കൊള്ളില്ല. ആക്ടിങ് എല്ലാവരുടെയും നല്ല, പക്ഷേ സ്റ്റോറി കൂടെ ഹാവ് ബീൻ ബെറ്റർ. ഒരു സുഖമില്ല അത്ര. ബ്രോ ഞാൻ പറയുകയെന്നുണ്ടെങ്കിൽ ആദ്യത്തെ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ, നമ്മൾ ആദ്യം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു, ഓക്കെ, അതുകൊണ്ടിട്ടാണ് ഈ സെക്കൻഡ് വന്ന് നമ്മൾ കണ്ടത്. പക്ഷേ ഈ ഫസ്റ്റ് ഹാഫ് എന്തൊക്കെയോ എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഒരുവിധം നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫ് എന്താണ് കാണിച്ചു വെച്ചേക്കണെന്ന് ഒരു പിടുത്തം കിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി സീരിയൽ കണക്കവന്മാർ ചെയ്തു വെച്ചേക്കാണ്. എന്താണ് ക്ലൈമാക്സ് ഒന്നും എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. 3 മണിക്കൂർ എന്തിനാണ് ഇത്ര ഉണ്ടാക്കി വെച്ചേക്കണെന്ന് ഒരു പിടുത്തം. കുഴപ്പമില്ല, ആവറേജ്. നല്ല രീതിയിലായി ലാസ്റ്റ് സെക്കൻഡ് ഹാഫ്. ഭയങ്കര ഓവറായി പോയി എൻ്റെ ആക്ടിങ് എല്ലാം. ഫസ്റ്റ് ഹാഫ് കൊള്ളായിരുന്നു, സെക്കൻഡ് ഹാഫ് ഒരു പോരാ. പടം കൊള്ളാം, നല്ല പടമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫ്രീ ഉണ്ട്, പക്ഷേ കുറച്ച് ലെങ്തി ആണ്. 3.5 മണിക്കൂർ ഇന്റർവെല്ലൊക്കെ 3.5 മണിക്കൂറുണ്ട്. പക്ഷെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സുകുമാറിന്റെ ട്രീറ്റ് ആണ്. അല്ലു അർജുൻ ഒരു രക്ഷയില്ല, പൊളിയാണ്. കിട്ടുന്ന വിഷ്വൽ എഫക്ട്സും ക്യാമറ വർക്കും ഒക്കെ അടിപൊളിയാണ്. കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് നല്ലതായിരുന്നു, നല്ല മാസം കാര്യങ്ങളും. ഫസ്റ്റ് പുഷ്പ 1 പോലെ തന്നെ. സെക്കൻഡ് ഹാഫിലെ ക്ലൈമാക്സിലൊക്കെ കുറച്ച് പാസം കൊണ്ടുവന്ന്, കാരണം എഡിറ്റ് ചെയ്ത് കുറച്ചും കൂടി ദൈർഘ്യം കുറയ്ക്കായിരുന്നു തോന്നി. കാരണം കുറേ പാസവും കുറേ വേണ്ട സീനുകളുണ്ട്, അത് ഒഴിവാക്കിയായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. കുഴപ്പമില്ല. ഇനി അവസാനം എൻ്റെ ക്രെഡിറ്റിൽ പുഷ്പ 3 അനൗൺസ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, ഓക്കെ. ഇല്ല, അങ്ങനെ കരയേണ്ട അവസ്ഥയൊന്നുമില്ല. കാരണം ഫസ്റ്റ് ഹാഫിൽ തന്നെ നമുക്ക് പൈസ വസൂലാണ്, ഫസ്റ്റ് ഹാഫ് കൊണ്ട് തന്നെ. സെക്കൻഡ് ഹാഫിൽ കുറേ വേണ്ടാത്ത സീനുകളും കുറേ ഇമോഷനിലും കുറേ ഡ്രാമ എലമെന്റ് കൂടുതൽ ആഡ് ചെയ്ത് പടം കുറച്ച് വേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ, അർത്ഥമാണ്. ഇല്ല, എന്റർടൈൻമെന്റ്, നല്ല എന്റർടൈനിങ് മൂവി ആയിരുന്നു. വേറെ ചിലവരിങ്ങനെ കുറ്റം പറയാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കും, സോക്കാൾഡ് മൂവി ലവേഴ്സ് പോലെ അവര്. പിന്നെ ട്വിറ്ററിലൊക്കെ ആണെങ്കിൽ കുറെ മീംസ് ഒക്കെ കണ്ട്, പക്ഷെ വേറെ സീനില്ല. പടം നല്ല മൂവി തന്നെ. നെഗറ്റീവ് പറയണവർക്ക് എന്തും പറയാനല്ല. ഇപ്പൊ എല്ലാ പടത്തിലും ഇങ്ങനെ നെഗറ്റീവ് പറയാൻ വേണ്ടി നിൽക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അവര് ബിലീവ് ചെയ്തിരിക്കുന്നത് അവര് എൻജോയ് ചെയ്യുന്ന മൂവി മാത്രമാണ് നല്ല മൂവി എന്നങ്ങനെയാണ്. അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. ഇതൊരു നല്ല മൂവി തന്നെയാണ്, ചീത്ത മൂവി എന്ന് പറയാൻ പറ്റില്ല. പിന്നെ പടം അല്ലു അർജുനെ കണ്ടുകൊണ്ടിരിക്കാം, വേറെ ഒന്നുമില്ല. ഫുള്ള് സ്ക്രീൻ പ്രസൻസ് ഒക്കെ പക്കയാണ്. ഉള്ള നല്ല മൂവി ആയിരുന്നു.